അസ്സലാമലൈക്കും. 7ാം ക്ലാസ്സിലെ പാഠം 10ലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. പരീക്ഷയ്ക്ക് വരുന്ന മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം. 1 മുതൽ 9 വരെയുള്ള പാഠഭാഗങ്ങളും മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും മുൻപ് ചെയ്തിട്ടുണ്ട്. അത് കാണുക. വീഡിയോ കാണുമ്പോൾ പുസ്തകം തുറന്ന് പിടിക്കുക. ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. പാഠം 10 ഹജ്ജും വൽ ഉംറ. പരിശുദ്ധ ഇസ്ലാമിന്റെ അവസാനത്തെ റുക്കിന് ഏതാണ്? ഹജ്ജ്. പരിശുദ്ധ ഇസ്ലാമിന്റെ അവസാനത്തെ റുക്കിനാണ് ഹജ്ജ്. അപ്പൊ ഇതില് അള്ളാഹു പറഞ്ഞൊരു അറബി ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കാം. വലില്ലാഹി അലന്നാസി ഹിജ്ജുൻ ബൈത്തിഹി മൻ ഇസ്താഹു ഇലൈഹി സബീലൻ. മുഴുവൻ പ്രവാചകന്മാരും ഹജ്ജ് നിർവഹിച്ചവരാണോ? അതെ, മുഴുവൻ പ്രവാചകന്മാരും ഹജ്ജ് നിർവഹിച്ചവരാണ്. എന്നാണ് നമുക്ക് ഹജ്ജ് നിർബന്ധമാക്കിയത്? ഹിജ്റ 6ാം വർഷത്തിലാണ് ഹജ്ജ് നിർബന്ധമാക്കിയത്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം വാജിബുള്ള അമല് ഏതാണ്? ഹജ്ജും ഉംറയുമാണ്. അപ്പൊ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വാജിബ് പറഞ്ഞ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു അമലാണ് ഹജ്ജും ഉംറയും. ഹജ്ജും ഉംറയ്ക്കും നിർബന്ധമാകാന് ഷർത്തുകളുണ്ട്. എത്ര ഷർത്തുകളാണ് ഉള്ളത്? 4 ഷർത്തുകളാണുള്ളത്. ഹജ്ജും ഉംറയും നിർബന്ധമാക്കാൻ 4 ഷർത്തുകളുണ്ട്. ഏതൊക്കെയാണ് അത്? 1 മുസ്ലിം ആവുക, 2 മുകല്ലഫാവുക, 3 സ്വതന്ത്രനാവുക, 4 കഴിവുണ്ടാവുക. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഹജ്ജും ഉംറയും നിർവഹിക്കൽ നിർബന്ധമാണ്. അടുത്തത് കഴിവ് കൊണ്ടുള്ള വിവക്ഷ 4 കാര്യങ്ങളാണ്. ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം. 1 പോയി വരുന്നത് വരെയുള്ള കാലത്തോ അവന്റെയും അവൻ ചിലവ് കൊടുക്കേണ്ടവരുടെയും ഭക്ഷണവും മറ്റും ചിലവുകൾക്കും എത്തിച്ചവനാവുക. 2 മക്കയിൽ നിന്ന് സുമാറ് 133 കിലോമീറ്റർ അകലെ ഉള്ളവനോ നടക്കാൻ കഴിയാത്തവനോ ആണെങ്കിൽ വാഹനം ഉണ്ടായിരിക്കുക. 3 പോകാൻ വഴി സുരക്ഷിതമാക്കുക. പോകുന്ന വഴി സുരക്ഷിതമായിരിക്കുക. 4 വലിയ പ്രയാസമില്ലാതെ വാഹനയാത്ര ചെയ്യാൻ കഴിയുന്നവനാവുക. ഈ 4 കാര്യങ്ങളാണ് കഴിവ് കൊണ്ട് വിവക്ഷനായ 4 കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഹജ്ജും ഉംറയും നിർബന്ധമാക്കാൻ 4 ഷർത്തുകളുണ്ട്. അതുപോലെ തന്നെ കഴിവ് കൊണ്ടുള്ള വിവക്ഷണക്കും 4 കാര്യങ്ങളുണ്ട്. അപ്പൊ അത് പഠിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാവാൻ 2 ഷർത്തുകളുണ്ട്. ആദ്യം ഹജ്ജും ഉംറയും നിർബന്ധമാക്കാൻ 4 ഷർത്തുകളുണ്ട്. പിന്നെ കഴിവ് കൊണ്ടുള്ള വിവക്ഷണ 4 കാര്യങ്ങളാണ്. ഇനി സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാവാൻ 2 ഷർത്തുകളുണ്ട്. അത് ഏതെല്ലാം നോക്കാം. 1 ഹിദ്ദയിൽ അല്ലാതിരിക്കുക. 2 അവളുടെ കൂടെ ഭർത്താവോ മഹ്റമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടായിരിക്കുക. ഈ 2 കാര്യങ്ങളാണ്. സ്ത്രീകൾക്ക് ഹജ്ജും ഉംറയും നിർവഹിക്കുവാൻ സ്വന്തമായി പോകാൻ പറ്റും. എപ്പോൾ? ഫർളായ ഹജ്ജിനും ഉംറക്കും ഒരു വിശ്വസ്തയായ സ്ത്രീയുടെയും സുരക്ഷിതവും ഉറപ്പുണ്ടെങ്കിൽ സ്വന്തമായി പോകാവുന്നതാണ്. അപ്പോ ഒരു വിശ്വസ്തയായ സ്ത്രീയുടെയും സുരക്ഷിതത്വവും ഉറപ്പാണെങ്കിൽ സ്വന്തമായും പോകാവുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഫർളായ ഹജ്ജിന് സ്ത്രീക്ക് ഒറ്റക്ക് പോകാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ സുന്നത്തായ ഹജ്ജിനും ഉംറക്കും അങ്ങനെ പോകാൻ പറ്റില്ല. സുന്നത്തായ ഹജ്ജിനും ഉംറക്കും ഭർത്താവോ മഹ്റമോ ഇല്ലാതെ പോകാൻ അനുവദനീയമല്ല. അപ്പൊ സ്ത്രീക്ക്
ഹജ്ജും ഉംറക്കും ഒറ്റക്ക് പോകാൻ പറ്റുന്നത് എപ്പോഴാണ്? ഫറലായ ഹജ്ജിനും ഉംറക്കുമാണ് ഒറ്റക്ക് പോകാൻ പറ്റുന്നത്. ഏത് ഹജ്ജിനും ഉംറക്കുമാണ് ഒറ്റക്ക് പോകാൻ പറ്റാത്തത്? സുന്നത്തായ ഹജ്ജിനും ഉംറക്കും ഒറ്റക്ക് പോകാൻ പറ്റൂല. സുന്നത്തായ ഹജ്ജിനും ഉംറക്കും ആരുടെ കൂടെ പോകാനാണ് പറ്റുകയുള്ളൂ? ഭർത്താവോ മഹ്റമോ ഇല്ലാതെ പോകാൻ അനുവദനീയമല്ല. ഫർളായ ഹജ്ജിനും ഉംറക്കും ഒറ്റക്ക് പോകാം. ഒരു വിശ്വാസിയായ സ്ത്രീയുടെയും സുരക്ഷിതത്വവും ഉറപ്പാണെങ്കിൽ സ്വന്തമായി പോകാൻ പറ്റും. പക്ഷെ സുന്നത്തുള്ളതിന് പോകാൻ പറ്റില്ല. ഹജ്ജ് വാജിബായവൻ മരണപ്പെട്ടാൽ എന്തു ചെയ്യണം? ഹജ്ജ് വാജിബായവൻ മരണപ്പെട്ടാൽ അവന്റെ സ്വത്തിൽ നിന്ന് ഹജ്ജ് ചെയ്യിപ്പിക്കൽ വാജിബാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. ഹജ്ജ് വാജിബായവൻ മരണപ്പെട്ടാൽ അവന്റെ സ്വത്തിൽ നിന്ന് ഹജ്ജ് ചെയ്യിപ്പിക്കൽ വാജിബാണ്. അപ്പൊ ഹജ്ജ് വാജിബായന് മരണപ്പെട്ടാല് അവന്റെ സ്വത്തിൽ നിന്ന് ഹജ്ജ് ചെയ്യിപ്പിക്കൽ വാജിബാണ്. അപ്പൊ ഹജ്ജ് വാജിബായന് മരണപ്പെട്ടാൽ അവന് സ്വത്തില്ലെങ്കിൽ എന്തു ചെയ്യണം? അവന് വേണ്ടി ഹജ്ജ് ചെയ്യൽ അവകാശികൾക്ക് സുന്നത്താണ്. അപ്പൊ സ്വത്തില്ലെങ്കിൽ സുന്നത്തായുള്ള കാര്യമാണ്. പക്ഷെ മരണപ്പെട്ട ആളിൽ സ്വത്ത് ഉണ്ടെങ്കിൽ ആ ഹജ്ജ് ചെയ്യിപ്പിക്കൽ വാജിബാണ്, നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മള് ഹജ്ജ് വാജിബായന് മരണപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഹജ്ജ് വാജിബായൻ മരണപ്പെട്ടാൽ സ്വത്തുണ്ടെങ്കിൽ അവന്റെ സ്വത്തിൽ നിന്ന് ഹജ്ജ് ചെയ്യിപ്പിക്കൽ വാജിബാണ്. ഇനി മരണപ്പെട്ടവന് സ്വത്തില്ലെങ്കിൽ ഹജ്ജ് ചെയ്യൽ അവകാശികൾക്ക് സുന്നത്താണ്. ഇത് നമ്മൾ പറഞ്ഞു. ഇനി വാർദ്ധക്യം കൊണ്ടോ സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം കൊണ്ടോ ഹജ്ജ് ചെയ്യാൻ കഴിയാതെ പോയാൽ എന്ത് ചെയ്യണം? അപ്പോ ആദ്യം നമ്മള് ഹജ്ജ് വാജിബായന് മരണപ്പെട്ടാൽ എന്താന്ന് പറഞ്ഞു. ഇനി വാർദ്ധക്യം കൊണ്ടോ സുഖപ്പെടുമെന്ന പ്രതീക്ഷയില്ലാത്ത രോഗം കൊണ്ടോ ഹജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? 2 മഹല്ലത്ത് അകലെയുള്ളവൻ പകരം ഹജ്ജ് ചെയ്യിപ്പിക്കൽ നിർബന്ധമാണ്. അപ്പോ വാർദ്ധക്യം കൊണ്ടോ സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം കൊണ്ടോ ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത 2 മഹല്ലത്ത് അകലെയുള്ളവൻ പകരം ഹജ്ജ് ചെയ്യിപ്പിക്കൽ നിർബന്ധമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഈ 2 മഹല്ലത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 133 കിലോമീറ്റർ ആണ്. 2 മഹല്ലത്ത് എന്ന് പറഞ്ഞാല് 133 കിലോമീറ്റർ ആണ്. ഇത് ശരിക്കും നിങ്ങൾ ക്ലാസ് 2-3-4 പ്രാവശ്യം കേട്ടിട്ട് കേട്ടേക്കും നല്ലത്. ഇനി 2 മർഹലക്ക് ഉള്ളിലാണെങ്കിൽ എന്താ ചെയ്യാം? 2 മർഹലക്ക് ഉള്ളിലാണെങ്കിൽ അവന്റെ മരണശേഷമേ ഹജ്ജ് ചെയ്യിപ്പിക്കാൻ പാടുകയുള്ളൂ.